നമസ്കാരം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു ഗതാഗതത്തിനായി തുറന്നിട്ട് 100 ദിവസം പിന്നിടുകയാണ്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയായാണ് അടൽ സേതു വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിൽ താനെ കടലിടുക്കിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് 21.8 കിലോമീറ്ററാണ് നീളം. ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. മുംബൈ നഗരത്തെയും നവി മുംബൈയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ വരുന്ന കടൽപാലം ജനുവരി 13-നാണ് ഗതാഗതത്തിനായി തുറന്നത്. ആദ്യ 100 ദിവസത്തിനിടെ 21.9 ലക്ഷം വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോയത്. ഏപ്രിൽ 23 വരെയുള്ള കണക്ക് മാത്രമാണിത്. ഇതിൽ 21.1 ലക്ഷവും കാറുകളാണ്. 16,569 ബസ്സുകളും 43,876 മൾട്ടി ആക്സിൽ ട്രക്കുകളും ഇതുവഴി കടന്നുപോയി. ദിവസവും ശരാശരി 22,000 വാഹനങ്ങൾ ഈ പാലത്തിലൂടെ പോകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 250 രൂപയാണ് കാറുകൾക്ക് ഒരു വശത്തേക്ക് പാലത്തിൽ ട്രോളായി ഈടാക്കുന്നത്. 2 വശത്തേക്കുമായി 375 രൂപ വരും. പ്രതിമാസ പാസ് 12,500 രൂപയാണ്. ഒരു വർഷത്തേക്കുള്ള പാസിന് 1.5 ലക്ഷം രൂപ വേണ്ടിവരും. ദിവസം ശരാശരി 70,000 വാഹനങ്ങൾ പാലം യാത്രയ്ക്കായി ഉപയോഗിക്കുമെന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഉയർന്ന ടോൾ നിരക്ക് വാഹനങ്ങൾ കുറയാൻ കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. ആദ്യ 1 മാസ കാലയളവിൽ 8.13 ലക്ഷം വാഹനങ്ങളിൽ നിന്നായി 13.95 കോടി രൂപ ടോളായി പിരിച്ചിരുന്നു. 100 ദിവസം പിന്നിടുമ്പോൾ ഇത് 38 കോടി രൂപ വരെയായതായാണ് അനൌദ്യോഗിക കണക്ക് സൂചിപ്പിക്കുന്നത്. നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങും. മധ്യ മുംബൈയിലെ സെവ്രിയയിൽ നിന്ന് തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത്. ആകെയുള്ള 21.8 കിലോമീറ്റർ ദൂരത്തിൽ 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമാണ് കടൽപാലം സ്ഥിതി ചെയ്യുന്നത്. ആകെ 70 ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡെൽച്ച് ഗിർഡറുകളാണ് ഈ പാലത്തിനുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോപിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.